നമസ്കാരം. പ്രധാന വാർത്തകൾ. വെസ്റ്റ് നൈൽ പനി. ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി മന്ത്രി വീണ ജോർജ്. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സംസ്ഥാനത്ത് വെസ്റ്റ് നൈൽ പനിക്കെതിരെ ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിൽ വെസ്റ്റ് നൈൽ പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ആരോഗ്യമന്ത്രി. കൊതുകുജന്യ രോഗമായതുകൊണ്ട് തന്നെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ വിട്ടുവീഴ്ചയില്ലാതെ നടപ്പാക്കണം. പനിയടക്കം രോഗലക്ഷണമുള്ളവർ വൈകാതെ ചികിത്സ തേടണമെന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി. 2011 മുതൽ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ വെസ്റ്റ് നൈൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ജപ്പാൻ ജ്വരത്തിന് സമാനമായ രോഗലക്ഷണങ്ങളാണ് വെസ്റ്റ് നൈൽ പനിക്കും ഉള്ളതെങ്കിലും അപകട സാധ്യത താരതമ്യേന കുറവാണ്. അതുകൊണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഓട്ടോറിക്ഷയ്ക്ക് പിന്നിൽ കാറിടിച്ച് ഓട്ടോ ഡ്രൈവർ മരിച്ചു. 2 പേർക്ക് പരിക്ക്. സംസ്ഥാന പാതയിൽ തട്ടത്തുമലയ്ക്ക് സമീപം കാർ പിന്നിലിടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ സമീപത്തെ വൈദ്യുത തൂണിൽ ഇടിച്ചു മറിഞ്ഞ് ഓട്ടോ ഡ്രൈവർ മരിച്ചു. ഓട്ടോയിലെ യാത്രക്കാരായ 2 പേർക്ക് പരിക്കേറ്റു. തട്ടത്തുമല സായുജ്യത്തിൽ മുരളീധരനാശാരിയാണ് മരിച്ചത്. 63 വയസ്സായിരുന്നു. ബഷീർ, സുനി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച പകൽ 2:30 മണലേത്ത് വച്ചയ്ക്കും കുറുവൻകുഴിക്കുമിടയിലാണ് അപകടമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ മുരളീധരനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മൃതദേഹം പരിശോധനയ്ക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ. സ്കൂട്ടർ യാത്രക്കാരിയായ സ്ത്രീക്ക് നേരെ മദ്യപന്റെ ആക്രമണം. പ്രതിയെ ബന്ധുക്കൾ കയ്യേറ്റം ചെയ്തു. പത്തനംതിട്ട തിരുവല്ലയിൽ യുവതിക്ക് നേരെ മദ്യപന്റെ ആക്രമണം. തിരുവല്ല സ്വദേശി ജോജോയാണ് യുവതിയെ ആക്രമിച്ചത്. സ്കൂട്ടറിൽ പോവുകയായിരുന്ന യുവതിയാണ് ആക്രമിച്ചത്. യുവതിയെ ജോജോ ബൈക്കിൽ നിന്നും വലിച്ചു താഴെയിട്ടു. അക്രമത്തിൽ റോഡിൽ വീണ യുവതിയെ തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അക്രമി തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ മദ്യപിച്ചെത്തി നേരത്തെ ബഹളം വെച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് റോഡിലിറങ്ങി യുവതിയെ ആക്രമിച്ചത്. ഇതേസമയം പ്രതിയെ യുവതിയുടെ ബന്ധുക്കൾ കയ്യേറ്റം ചെയ്തു. പോലീസ് ജീപ്പിലിട്ടാണ് പ്രതിയെ ബന്ധുക്കൾ മർദ്ദിച്ചത്. ജമ്മു കാശ്മീരിൽ ഭീകരരും സൈന്യവും ഏറ്റുമുട്ടി. 3 ഭീകരരെ വധിച്ചു. ജമ്മു കാശ്മീരിലെ കുൽഗാമിലുണ്ടായ ഏറ്റുമുട്ടലിൽ 3 ഭീകരരെ സൈന്യം വധിച്ചു. റെഡ് വാനി മേഖലയിൽ ഭീകരരുടെ രഹസ്യ സാന്നിധ്യമുണ്ടെന്ന വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സൈന്യം തിരച്ചിൽ ഊർജിതമാക്കിയിരുന്നു. അതിനിടെ ഉണ്ടായ ഏറ്റുമുട്ടലിലാണ് സൈന്യം ഭീകരരെ വധിച്ചത്. പ്രദേശത്ത് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ ഭീകരർ ഒളിച്ചിരിപ്പുണ്ടോയെന്നറിയാൻ സൈന്യം തിരച്ചിൽ തുടരുകയാണ്. ആലപ്പുഴ വെന്തുരുകുന്നു. ജില്ലയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് പുറപ്പെടുവിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൂടാതെ ഇന്ന് ആലപ്പുഴ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം നിലനിൽക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിലെ ചില പ്രദേശങ്ങളിൽ ഇന്ന് രാത്രിയും ഉയർന്ന താപനില തുടരാനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. അതേസമയം സംസ്ഥാനത്ത് 2 ദിവസം കൂടി ഉയർന്ന താപനില തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരും. ചൂട് കൂടുന്ന പശ്ചാത്തലത്തിൽ പാലക്കാട് ജില്ലയിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ നാളെ വരെ തുടരും.